Hello, welcome to yet another session, Quest for Theory of Everything, Kitty Gale Ferguson. It's a short profile or short biography of the world-renowned scientist Stephen Hawking. Let me continue. The background is Stephen Hawking's address at Cockcroft Lecture Room on April 29, 1980. The occasion was the inaugural lecture by new location professor Stephen Hawking. Stephen Hawking was going to address a gathering of scientists. The topic is the end in sight for theoretical physics. You may ask about this topic to your physics teachers. കാരണം അത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഫിസിക്സിലേക്ക് സബ്ജക്റ്റിലേക്ക് അങ്ങനെ ഓർക്കേണ്ട കാര്യമില്ല തോന്നുന്നു. As a language teacher, I have to focus the language aspects. You may ask your physics teachers if you want to know more about this topic, okay? Because physics is an unknown area to me. Please forgive me. He invited them to join him in a sensational escape through time and space to find the holy grail of science, theory that explains the universe and everything happens in it. Stephen Hawking is, a world-renowned scientist because he has developed his own concepts about time, space, and the universe. നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെയല്ല, അല്ല സാധാരണ ഒരു സങ്കല്പത്തിൽ പറയുന്ന പോലെയല്ല ടൈമും സ്പേസും ഫിസിക്സിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫിസിക്സ് ഈസ് എ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. ഐ തിങ്ക് ഫിസിക്സ് ഈ ടൈമും സ്പേസും തമ്മിൽ അത് ഡിഫറെൻറ്റ്, വളരെ വ്യത്യസ്തമായ ഒരു സെൻസിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ സാധാരണ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന പോലെയല്ല. അതിങ്ങനെ ഒരു ലാംഗ്വേജ് ക്ലാസ്സിൽ ഒരു വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല, പറയാൻ പറ്റൂല ഒരു ലാംഗ്വേജ് ടീച്ചർക്ക്. അതൊരു ഫിസിക്സ് ടീച്ചേഴ്സിനോട് ചോദിക്കാം. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചും ചോദിക്കാം. ഞാനത് കുറേ ഫിസിക്സ് ടീച്ചേഴ്സിനോട് സംസാരിച്ചു ക്ലാസ്സിൽ എടുക്കണേക്കാൾ മുന്നേ. അതാണ് ഇത്ര ഗ്യാപ്പ് ഇട്ടത്. അപ്പോൾ അവർ പറഞ്ഞത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ തിയറികൾ വളരെ സങ്കീർണമാണ്, അതൊരു ലാംഗ്വേജ് ക്ലാസ്സിൽ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അത് even physics teachers has some difficulties to explain Stephen Hawking എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ഡോണ്ട് നോ. അത് ഡിഫിക്കൽട്ടീസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു ഒരുപാട് സമയം വേണ്ടി വരും. അത് നിങ്ങൾ +2-കാരാണ്, നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ടി വരില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് പറയാൻ ഒരുപാട് സമയം എടുക്കും, അത് പറയാൻ അവർക്ക് സമയം കിട്ടൂല പ്രാക്ടിക്കലി, അതുകൊണ്ടായിരിക്കാം. എന്തായാലും സ്റ്റീഫൻ ഹോക്കിങ് ഫോർ എക്സാമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ടൈം ട്രാവൽ നിങ്ങളുടെ ഈ സമയത്ത് എന്താ പറയുക, ഈ നിങ്ങളുടെ പ്രായത്തിലുള്ളവർ അല്ലെങ്കിൽ യൂത്ത് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന സാധനമാണ് ടൈം ട്രാവൽ. വളരെ ബാക്കിലേക്ക് പോവുക അല്ലെങ്കിൽ മുൻപിലോട്ട് പോവുക സമയം. അത് സാധിക്കും എന്ന് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നിരീശ്വരൻ എന്നൊരു നോവൽ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. നിരീശ്വരൻ എന്ന നോവല്
അടുത്ത് വയലാർ അവാർഡ് കിട്ടിയ നോവലാണ്. അദ്ദേഹം BJ ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ്. അദ്ദേഹം ISRO സയൻറ്റിസ്റ്റും കൂടിയാണ് കേട്ടോ. സാഹിത്യകാരൻ മാത്രമല്ല, ISRO സയൻറ്റിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹീസ് വെരി ബിസി. പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ISRO സയൻറ്റിസ്റ്റാണ്. അതിലൊരു കഥാപാത്രം, കോമയിൽ കിടക്കുന്നൊരു കഥാപാത്രം ബാക്കിലോട്ട് പോകുന്നുണ്ട്. സമയം വളരെ ചെറുപ്പമായിട്ട് വരുമ്പോൾ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും അയാൾ മനസ്സിലാവില്ല. അപ്പോൾ സമയവും സ്ഥലവും മാറി നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവാത്തൊരവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു വരും. നമുക്ക് നമ്മളെ മനസ്സിലാവില്ല, മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാവില്ല. ഇതൊക്കെ ഒരു സംഭവം. വേറൊരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ എന്താ പറയുക, ക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ. ക്രൈസ്റ്റ് കുരിശിലേറ്റപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക, അല്ല ക്രൈസ്റ്റ് മാത്രമല്ല, ലോകത്ത് ഈ മനുഷ്യ സമൂഹത്താൽ വേട്ടയാടപ്പെട്ട സോക്രട്ടീസ്, ക്രൈസ്റ്റ് പോലുള്ള മനുഷ്യരൊക്കെ കുരിശിലേറ്റപ്പെടാനുള്ള കാരണം പ്രധാനമായിട്ട് അവർ സമയത്തിന് മുൻപ് കയറി ചിന്തിച്ചു എന്നുള്ളതാണ്. അതായത് ആ കാലത്തിന് 50 വർഷത്തേക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചു. അപ്പോൾ അത് ആ കാലത്തിന് മനസ്സിലായില്ല, എന്നാൽ അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. അതാണ് അതിലെ വിഷയം. സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളിപ്പോൾ ഈ കാലത്ത് നിന്നിട്ട് ഈ കാലത്തെ കാര്യം സംസാരിച്ചാൽ നമുക്ക് സേഫായിട്ട് പോകാം. ഒരു 50 കൊല്ലം അപ്പുറത്തേക്ക് ചിന്തിച്ച് നമ്മൾ സംസാരിച്ചാൽ ഈ കാലത്തെ ആളുകൾക്ക് നമ്മളെ മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ 50 കൊല്ലം കഴിഞ്ഞാൽ അപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് ക്രൈസ്റ്റ് കറക്റ്റായിരുന്നു, സോക്രട്ടീസ് കറക്റ്റായിരുന്നു, എബ്രഹാം ലിങ്കൺ കറക്റ്റായിരുന്നു, ഗാന്ധി കറക്റ്റായിരുന്നു എന്ന് പറയും. പക്ഷേ ക്രൈസ്റ്റിനെ കുരിശിലേറ്റി സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നു, ഗാന്ധിയെയും എബ്രഹാം ലിങ്കനെയും വെടിവെച്ചു കൊന്നു. ഈ സമയത്തിൻ്റെ പ്രത്യേകത അത് കാരണം ആ മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പ്രത്യേക സമയത്തിൽ ജീവിക്കുമ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് നിന്നിട്ടാണ് നമ്മുടെ മനുഷ്യൻ ചിന്തിക്കുന്നത്, മനുഷ്യൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്, മനുഷ്യൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ സമയത്തിന് ബാക്കിലോട്ടോ പിറകിലോട്ടോ അല്ലെങ്കിൽ പിറകിലോട്ടോ അല്ലെങ്കിൽ മുൻപിലോട്ടോ പോയാൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ തന്നെ മുന്നിലോട്ട് സഞ്ചരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ബ്രെയിന് മാത്രമല്ല, ശരിക്കും ട്രൈം ട്രാവൽ എന്ന് പറയുന്നത് ഈ സങ്കല്പമല്ല. ഞാനൊരു ഉദാഹരണമായിട്ട് എൻ്റെ ലാംഗ്വേജ് ടീച്ചർ എന്നുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. അതായത് നമ്മൾ വളരെ മുൻപോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ ഈ മനുഷ്യരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് നമുക്ക് ചിലപ്പോൾ മനുഷ്യരെ മനസ്സിലാവും. ഇന്ന് നിൽക്കുന്ന മനുഷ്യർ 50 കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലാവും. പക്ഷേ എന്താ പറയുക, നമ്മുടെ ബ്രെയിനിനോ നമ്മുടെ സമയബോധത്തിനോ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല, അവർ തല്ലിക്കൊല്ല എന്ന് തീരുമാനിക്കും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് was born on January 8, 1942 in Oxford, England. അദ്ദേഹം ജനിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്, ഓക്സ്ഫോർഡ്, the place. It was exactly after the death of Galileo, the father of modern science. Sorry, I missed a word. 300 years after the death of Galileo, the father of modern science. അത് ഗംഭീര. സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഗലീലിയോനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതൊരു കോൺസിഡൻസും കൂടി ആവണം. സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത് ഗലീലിയോ ജനിച്ച് കൃത്യം 300 വർഷങ്ങൾക്ക് ശേഷമാണ്. അതൊരു കോൺസിഡൻസ് ആണ്. അത് സമയവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു സങ്കല്പം, ഞാൻ ഇങ്ങനൊരു ഈ സ്ലൈഡ് ഉണ്ടാവിച്ചു പറഞ്ഞതല്ല. ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ഗലീലിയോ ഇതുപോലത്തെ ഒരാളാണ്. ഗലീലിയോ അന്ന് പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് എന്ന് വാദിച്ചു. അന്ന് അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. കാരണം അന്നത്തെ സമയത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കല്പം ഭൂമി പരന്നതാണ് എന്നാണ്. ഗലീലിയോ സയൻസ് ആണ് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലായില്ല. കാരണം ആ സമയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. സമയം വളരെ, നമ്മൾ പറയുന്ന കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും സമയം വളരെ നിർണായക ഒരു സംഭവമാണ്. ഓക്കെ. ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നാണ് ഗലീലിയോനെ ഇപ്പം അറിയപ്പെടുന്നത്. പക്ഷെ അന്ന് അറിയപ്പെടുന്നത് അവിശ്വാസി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ചർച്ച അദ്ദേഹത്തെ നിരന്തരമായ പെർസിക്യൂഷൻസ്, പീഡനങ്ങൾക്ക് വിധേയക്കാണ് ചെയ്തത്. ഹിസ് പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേര് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്.
ഹി വാസ് ബോൺ ടു പുവർ പാരൻസ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ രംഗത്തുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നെങ്കിൽ പോലും ഇന്നത്തെ ഡോക്ടർമാരെ പോലെ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ബട്ട് ഹിസ് പാരൻസ് ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് പാരൻസിന് നമ്മളിപ്പോൾ പാരൻസിൻ്റെ സാമ്പത്തിക നിലയ്ക്ക് അപ്പുറം അവർ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളെ വല്ലാണ്ട് ബഹുമാനിച്ചിരുന്ന ആൾക്കാരാണ്, അങ്ങനെ വേണേൽ പറയാം. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അറിയാവുന്നതാണ് വലിയ കാര്യം. At the age of 8, Hawking was seriously thinking about becoming a scientist. 8 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഈ സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചു. അതൊരു വലിയൊരു ഘടകമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മുടെ ഏരിയ എന്താണ്, നമ്മുടെ ടേസ്റ്റ് എന്താണ്, നമ്മുടെ അഭിരുചി എന്താണ്, വാട്ട്സ് അവർ ആപ്റ്റിറ്റ്യൂഡ്, വാട്ട്സ് അവർ ടേസ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാട്ട്സ് അവർ എയിം, വാട്ട് ഷുഡ് എ മാൻ ബി എന്ന് നിശ്ചയിക്കുന്ന അയാൾ മാത്രമാണ്. ഒരു മനുഷ്യൻ എന്താവണം, അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ആ ഏരിയ നമ്മൾ തിരിച്ചറിഞ്ഞാൽ യു ഹാവ് ടു നോ യുവർ പൊട്ടൻഷ്യൽ, യു ഹാവ് ടു നോ യുവർ എന്താ പറയുക യുവർ സ്ട്രെങ്ത്. അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കരുത്തുള്ള ഏരിയ ഏതാണ്, നമ്മുടെ ദൗർബല്യം ഉള്ള ഏരിയ ഏതാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ you can walk without any hesitancy. Okay. His father wished his son to follow him in medicine. As every parents, the parents of Stephen Hawking wants to follow their path. എല്ലാ പാരൻസും ഞങ്ങളുടെ വഴിയെ തന്നെ മക്കൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഭൂരിഭാഗം പാരൻസും. സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. അദ്ദേഹം പക്ഷെ കണ്ടെത്തിയത് ചില ബയോളജി വളരെ ഇംപ്രിസൈസ് ആണ്. ഇറ്റ് മേ ബി ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഹി ഡിസൈഡഡ് pursue mathematics and physics. He recognized that his area was mathematics and physics. I think these two subjects are closely related. He was not a well-ranked student. സ്കൂളിൽ അദ്ദേഹം വളരെ എന്താ പറയുക അത്ര വലിയ വെൽ റാങ്ക്ഡ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഇൻ ഹിസ് ഓൺ ഡിഫെൻസ് ഹി സേസ് ഇറ്റ് വാസ് എ ബ്രൈറ്റ് ക്ലാസ്. അതായത് സ്കൂളിൽ സ്കൂൾ ഇസ് എ പ്രിസൺ സംടൈംസ്. ഇറ്റ് ഡിനൈസ് അല്ലെങ്കിൽ ഇറ്റ് നോട്ട് എന്താ പറയുക ഇറ്റ് doesn't give opportunity to a student to express his real potential, his creativity, etc. Okay. അത് മിക്ക സ്ഥലത്തും സ്കൂളിൽ വളരെ ബ്രില്യൻ്റ് എന്ന് പറയുന്ന ആളുകൾ പിന്നീട് അറിയപ്പെടാറില്ല. സ്കൂൾ വളരെ മോശം എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ ചരിത്രത്തിൽ പിന്നെ അറിയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫിസിക്സിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇല്ലാണ്ട് ഫിസിക്സ് ഇല്ല. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീനെ മന്ദബുദ്ധി എന്നാണ് ജർമ്മനിയിലെ ടീച്ചേഴ്സൊക്കെ വിളിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അവിടുന്ന് സ്കൂൾ കാലത്ത് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി. സ്വിറ്റ്സർലാൻഡിലെ ടീച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി കണ്ടെത്തി. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴും ചിന്തിച്ച് ബാക്കിലോട്ടൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ആബ്സെൻറ്റ് മൈൻഡഡ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത് ആബ്സെൻറ്റ് മൈൻഡ്നെസ് മന്ദബുദ്ധിയായിട്ടാണ് സ്കൂൾ ടീച്ചർമാർ കണ്ടത്. ബട്ട് പക്ഷേ പിന്നീട് അവിടെ സ്വിറ്റ്സർലാൻഡിൽ എത്തിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് കണ്ടെത്തുന്നത്. അപ്പോൾ പക്ഷേ ഇതുപോലെ തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എന്താ പറയുക സ്കൂള് ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതിലകത്ത് പെടാത്തവരൊക്കെ ബ്രില്യൻസ് ഇല്ലാത്തവരും അതിനകത്ത് പെട്ടവരൊക്കെ ബ്രില്യൻസ് ഉള്ളവരാണ്. അല്ലെങ്കിൽ അതിനകത്ത് പെട്ടവരൊക്കെ നല്ല കുട്ടികളും അതിനകത്ത് പെടാത്തവരൊക്കെ നല്ല ടീച്ചർമാരും, അതിനകത്ത് പെട്ടവരൊക്കെ നല്ല മാഷന്മാരും, അതിനകത്ത് പെടാത്തവരൊക്കെ നല്ല മോശം ടീച്ചർമാരുമാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. ഞാനത് കുറച്ച് ക്രിട്ടിക്കലായിട്ട് പറയാൻ കേട്ടോ, നമ്മളൊന്നും വിചാരിക്കരുത്. ഇൻ ഹിസ് ഓൺ ഡിഫെൻസ് ഹി സെയ്സ് ഇറ്റ് വാസ് എ ബ്രൈറ്റ് ക്ലാസ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സ്വന്തം ഡിഫെൻസിന് വേണ്ടി കളിയാക്കിട്ടുന്ന പോലെ പറയാറ് എന്നെപ്പോലുള്ള ആൾക്കാരൊന്നും ചേരാത്ത അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വളരെ ഏവറേജ് ആയൊരു ക്ലാസ് ആയിരുന്നു അത്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. ഈ എന്താ പറയുക ഈ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകല്ലേ ബിൽ ഗേറ്റ്സ് പറയാറുണ്ട്, ബിൽ ഗേറ്റ്സിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും വലിയ സ്റ്റുഡൻ്റ് ഉണ്ട്, അവൻ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ മാനേജറാണ്, ഭയങ്കര ഉന്നത പൊസിഷനിലായിരിക്കുന്നത് എന്ന് പറയും. ഞാൻ ഏവറേജ് ആയിരുന്നു, പക്ഷേ ഞാനതിൻ്റെ മുതലാളിയായിരുന്നു. ഓക്കെ.
ഇതാണ് സിറ്റുവേഷൻ. See you in the next class.